നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നോക്കിയിട്ട് ഏത് ജാതി കരമാണെന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ കൈയുടെ രീതി അനുസരിച്ച് നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളത് ഏറെക്കുറെ നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാകത്തക്ക രീതിയിൽ സാറ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പ്രോഗ്രാം കാണാൻ ശ്രമിക്കുക. നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം, ഇന്നത്തെ ഏത് ജാതിക്കരത്തെ പറ്റിയാണ് പറയുന്നത്? നമസ്കാരം. നമ്മൾ ജാതി കൈകളെക്കുറിച്ച് രേഖാശാസ്ത്രത്തിലൂടെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് നമുക്ക് ജ്യോതിഷത്തിലൂടെ അറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും രേഖാശാസ്ത്രത്തിലൂടെ നമുക്കെല്ലാം എന്ന് പറഞ്ഞാൽ സർവ്വകാര്യങ്ങളും അറിയാൻ സാധിക്കും. കാരണം 4 ലക്ഷത്തോളം പേരെ നോക്കിയ അനുഭവജ്ഞാനത്തിൽ നിന്നാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെ പുസ്തകം എഴുതാൻ ഇടവന്നത്. രേഖാശാസ്ത്രം അമൂല്യശാസ്ത്രം എന്ന പുസ്തകം എഴുതി എത്രയോ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ പഠിപ്പിച്ച പാഠം ആണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ, എപ്പോഴും എല്ലാ കാര്യത്തിനും ജ്യോതിഷയെ സമീപിക്കുക സാധ്യമല്ല. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് നമുക്ക് തന്നെ നമ്മളെ വീട്ടിലുള്ളവരെ, നമുക്ക് നമ്മളെ മക്കളെ ഒക്കെ നോക്കി നമുക്ക് ഓരോ മാർഗം തിരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ജ്യോതിഷം അങ്ങനെയല്ല. വളരെ കാലമെടുത്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരാളിൻ്റെ ഗ്രഹനിലയെങ്കിലും പരിശോധിക്കാൻ സാധ്യമാവുള്ളൂ. രേഖാശാസ്ത്രത്തിൽ അങ്ങനെയല്ല. രേഖകൾ വ്യക്തമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കി നമുക്കെല്ലാം ആധികാരികമായിട്ട് പൂർണ്ണമായി കാര്യങ്ങൾ ഒരാളിൻ്റെ ഭാവി പ്രവചനം നടത്തണം എന്ന അർത്ഥത്തിലാണെങ്കിൽ നല്ലപോലെ മെനക്കെടേണ്ടി വരും. അല്ലാതെ തന്നെ നമുക്ക് സാമാന്യേനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഓരോ ജാതി കൈകളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 7 ജാതി കരങ്ങളായിട്ട് ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും തിരിച്ചിട്ടുണ്ട്. അതിൽ ചതുരം, ചട്ടുകം, സ്തൂപികം, ഈ 3 ജാതി കൈയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറയുകയുണ്ടായി. ഇന്ന് നമുക്ക് സാത്വിക ജാതി കൈയെക്കുറിച്ച് നോക്കാം. നമ്മൾ പറയാൻ പോണ കൈ സാത്വികം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് സാത്വികം ജാതി കൈയാണ്. കൈ കണ്ടാൽ തിരിച്ചറിയാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ കൈ നോക്കുമ്പോൾ കൈ ഓരോ സന്ധികളും, അതായത് വിരലിൻ്റെ അഗ്രഭാഗമാവട്ടെ നഖങ്ങളാവട്ടെ വളരെ വീതിയേറി വളരെ പരന്ന കൈയായിരിക്കും, പരന്ന വിരലുകളായിരിക്കും. വിരലുകൾക്കെല്ലാം വീതി കൂടുതലായിരിക്കും. അത് ഇതിൻ്റെ ഏറ്റവും വലിയ നഖമാവട്ടെ വിരൽ സന്ധികളാവട്ടെ നല്ല വീതിയേറിയതായിരിക്കും. പക്ഷേ ഓരോ വിരലിൻ്റെ സന്ധികളും മുഴ രൂപത്തിലായിരിക്കും കാണപ്പെടുക. അങ്ങനെ ഉള്ളവരെ ചിലപ്പോൾ കൈ ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ വിരലിൻ്റെ ഇടയിലെല്ലാം വിടവ് കാണും. അപ്പോൾ അവർ പറയും, അയ്യോ എൻ്റെ കൈ ഓട്ട കൈയാണ്, എനിക്ക് പൈസ ഒന്നും നിലനിൽക്കത്തില്ല, പൈസയായിട്ട് അതിനൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ കൈകളുടെ ഓരോ സന്ധികളും മുഴ രൂപത്തിലായിരിക്കും. നമ്മൾ ആ പിക്ചറിലൂടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പിക്ചർ കാണുമ്പോൾ. അപ്പോൾ ഇത് കാണുമ്പം തന്നെ കൈയുടെ ഉൾഭാവമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല മാർദ്ദവമായ വിരലാണ്, അല്ലെങ്കിൽ കൈ പത്തിയാണ് ഒക്കെ ആണെങ്കിൽ പോലും ഈ കൈ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോണ സാത്വിക ജാതി കൈ. സാത്വിക ജാതി കൈക്കാർക്ക് വളരെ പ്രത്യേകതയുണ്ട്. അവർ വളരെ ദൈവികപരമായി കാര്യങ്ങൾ ചെയ്തു പോകുന്നവരാണ്. മഹാമിടുക്കന്മാരാണ്, മഹാപണ്ഡിതന്മാരാണ് ഇത്തരം കൈയുള്ളവർ. കാരണം ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ളവർക്ക് പല അറിവുകൾ പകർന്നു കൊടുക്കുക. രഹസ്യ സ്വഭാവമുള്ളവരാണ് ഇത്തരക്കാർ. ഇപ്പോൾ രഹസ്യ സ്വഭാവം, രഹസ്യ വിദ്യകൾ പഠിക്കുന്നവരാണ്. അപ്പോൾ പഠിച്ച് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നവരാണ് ഇത്തരക്കാർ. മതപണ്ഡിതന്മാർ, ഇപ്പോൾ ഞാൻ പല മതപണ്ഡിതന്മാരും അതുപോലെ നല്ല പ്രഭാഷണം നടത്തുന്നവർ, ശരിക്ക് സത്സംഗങ്ങൾ, അതുപോലെ സപ്താഹങ്ങൾ, ഇതുപോലെയൊക്കെ നടത്തി പോകുന്ന ആചാര്യന്മാരെ പരിശോധിക്കുമ്പോൾ നല്ലൊരു ശതമാനം പേരും സാത്വിക ജാതി കൈയായിട്ട് കണ്ടിട്ടുണ്ട്. അവർ വളരെ സമ്പാദ്യശീലരല്ല. അവർക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്ന ചിന്താഗതിയല്ല. അവർക്ക്
അവരുടെ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ്. ഒരു ദൈവിക ജ്ഞാനമുള്ളവരാണ്. ദൈവത്തെ മുൻനിർത്തി മാത്രമേ അവരെന്തും ചെയ്യുള്ളൂ. എന്ത് ചെയ്യാൻ പോയാലും അവസാനം ദൈവത്തെ നിലനിർത്തി അവർ ചെയ്യത്തുള്ളൂ, ദൈവത്തെ കൊണ്ട് നിർത്തും. അതുകൊണ്ടാണ് ദൈവിക കാര്യങ്ങളിൽ അവർ കൂടുതലായിട്ട് പ്രാപ്തരായി തീരാൻ കാരണം. അപ്പോൾ സമ്പാദ്യശീലരല്ല, ഒരുപാട് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നവരല്ല. അപ്പോൾ എങ്കിലും അവർക്ക് ദാരിദ്ര്യ ദുഃഖം വരത്തില്ല. അവർ വളരെ ഐശ്വര്യ ജീവിതം നയിക്കുന്നവർ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ്. കുറേ പൈസ ഉണ്ടെങ്കിലും കുറേ പൈസ ഇല്ലെങ്കിലും അവർ വളരെ സംതൃപ്തരാണ്. അങ്ങനെ സന്തോഷപ്രദമായ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്ന ജീവിതം നയിക്കുന്നവരാണ് ഇത്തരം കൈക്കാർ. അപ്പോൾ അവർ മതപണ്ഡിതന്മാർക്കും അതുപോലെ മറ്റ് ദൈവിക ജ്ഞാനമുള്ളവർക്കും പ്രഭാഷണങ്ങളും മറ്റും നടത്തുകയും അതുപോലെ വളരെ വളരെ പാണ്ഡിത്യമുള്ളവരാണ്, വളരെ പഠിക്കുന്നവരാണ്, വളരെ വായിക്കുന്നവരാണ്, വളരെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരാണ്. പല വിഷയത്തെക്കുറിച്ചും അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ വളരെ സന്യാസി ശ്രേഷ്ഠന്മാർ തൊട്ട് വളരെ ദൈവിക ജ്ഞാനമുള്ളവർക്ക് വരെ വരുന്ന കൈയാണ് ശരിക്ക് സാത്വിക ജാതി കൈ. അപ്പോൾ കൈ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ സാത്വിക ജാതി കൈയെ ഒരാളിനെ കണ്ട വളരെ അപൂർവമായിട്ട് വരുന്ന കൈകളിൽ പെടുന്നതാണ്. കൂടുതൽ പേർക്ക് വരുന്ന കൈകളല്ല സാത്വിക ജാതി കൈയൊക്കെ. വളരെ റെയറായിട്ട് കുറച്ച് ആളുകളിൽ മാത്രം കാണുന്ന കൈയാണ്. നമുക്ക് കൈ കണ്ടാൽ തന്നെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കൈയും ആണ്. ഇന്നത്തെ എപ്പിസോഡിൽ സാറ് സാത്വിക ജാതി കൈയെ പറ്റി പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് സാറ് പറയുന്നുണ്ട്, നമുക്ക് തന്നെ നമ്മളുടെ കൈരേഖ അല്ലെങ്കിൽ കൈയുടെ രൂപം ഏത് രീതിയിലെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കാണുക. ഒപ്പം നമ്മളുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾക്ക് അറിവ് നേടുന്നതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവരിലേക്കും കൊടുക്കാൻ നോക്കുക. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരും നമ്മളിത് കണ്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, അവരോട് ഇത് കണ്ടിന്യൂ ആയിട്ട് കാണാൻ പറയുക. അപ്പം ഇപ്പോൾ ഈ സാത്വിക ജാതിയെ പറ്റി കൈയെ പറ്റി പറഞ്ഞു. ഈ കരങ്ങളെപ്പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ സാറിനെ നേരിട്ട് കാണാവുന്നതാണ്. കൂടുതൽ സംശയങ്ങൾ തീർക്കുന്നതിന് ക്ലിയർ ചെയ്യാവുന്നതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ട നമ്പർ 9847064540. ഈ നമ്പറിൽ വഴുതക്കാടാണ് സാറിൻ്റെ ഓഫീസ്. സാറിനെ കാണുന്നതിന് സാർ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കില്ല, കാരണം വിദേശത്തും സാറിന് ദുബായിൽ കൺസൾട്ടേഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് മുന്നേ കൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറ് അവൈലബിൾ എപ്പോഴാണോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ സാറിന് പേഴ്സണൽ നമ്പർ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ നമ്പറിലേക്ക് 9895667700 ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാലും എങ്ങനെയാണ് കൈരേഖ നോക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് രീതിയിലുള്ള കൈയാണ് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്ത എപ്പിസോഡ് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.